ഹലോ നമസ്കാരം. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് മുൻകാല വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷനാണ്. ഓക്കെ, ഇത് പാർട്ട് 2 ആണ്. നിങ്ങളിതുവരെ പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിൽ പാർട്ട് 1 കൂടി കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എന്നോട് പല കുട്ടികളും ചോദിക്കുന്നൊരു കാര്യമാണ്, ഈ കെമിസ്ട്രിയിൽ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഇപ്പോൾ പരീക്ഷ വളരെ അടുത്ത് വരികയാണല്ലോ. അപ്പോൾ എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന എന്നാൽ ക്വസ്റ്റ്യൻ വരുമെന്ന് ഉറപ്പുള്ള അതുപോലെ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ഏതാണ്, ഭാഗം ഏതാണെന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് പേഴ്സണലായിട്ട്. അവർക്കുള്ള ഉത്തരമാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചറാണ്. നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. എന്നാൽ ക്വസ്റ്റ്യൻ വരുന്നത് വളരെ 100% ഉറപ്പാണ്. ദെൻ അത്യാവശ്യം വെയിറ്റേജും ഉണ്ടാവും. ഓക്കെ, അത്തരത്തിലുള്ള ഒരു ചാപ്റ്ററാണ് ഈ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. പ്രത്യേകത, ഇവിടെ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ട്രിക്ക് ഉപയോഗിച്ചായിരിക്കും ചെയ്യുക. ഏറ്റവും സിമ്പിളായി പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഗെയിം കളിക്കണ പോലെയാണ് ഈ ചാപ്റ്റർ. ഓക്കെ, കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഒന്ന് കാണാതെ പഠിക്കാനുള്ളൂ. ബാക്കിയുള്ള എല്ലാം നമുക്ക് ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എടുക്കാം. ഇത് 2017 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഇനി കാണാൻ കഴിയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അടുത്ത പ്രാവശ്യം നമ്മൾ ചേഞ്ച് ചെയ്യുന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പെയർസ് ഓഫ് സ്പീഷീസ് ഹാവ് ദി സെയിം ബോണ്ടേഡ്. അതായത് ഇവിടെ ഒരു 4 പെയർ ഓഫ് സ്പീഷീസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് പെയറിനാണ് സെയിം ബോണ്ട് ഓർഡർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ട്രിക്ക് പറഞ്ഞിരുന്നു. ഇവിടെയും കൂടി ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, നമുക്ക് ആൻസർ തുടങ്ങാം. ഞാൻ ആദ്യം ഈ പെയറിന് എടുക്കുകയാണ്, O2 ആൻഡ് NO+. O2 ആൻഡ് NO+. O2-ൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയായിരിക്കും? 8. ഇവിടെ 2 O2 ആണ്. സോ 8 × 2, ഈ 8 16 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. NO+ലോ, നൈട്രജൻ എന്ന് പറയുമ്പോൾ 7. ഓക്കെ, ഓക്സിജൻ എന്ന് പറയുമ്പോൾ 8. ദെൻ -1 പ്ലസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ -1 എന്ന് എഴുതണം. ദെൻ മൈനസ് ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ +1 എന്ന് എഴുതണം. പ്ലസ് ആണെങ്കിൽ കുറക്കണം, മൈനസ് ആണെങ്കിൽ കൂട്ടണം. സോ 7 + 8 -1. 8 7 എത്രയാണ്? 15. 15 - 1 14. ഇവിടെ എത്ര വന്നിട്ടുള്ളത്? 14 നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് ബോണ്ട് ഓർഡർ നോക്കാം. ബോണ്ട് ഓർഡറിൻ്റെ ട്രിക്ക് എന്ത് നമ്മൾ പഠിച്ചേ? അതായത് സപ്പോസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 14 ആണെങ്കിൽ അവിടുത്തെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇനി 15 16 17, അതുപോലെ ഇങ്ങോട്ട് എടുക്കാം നമുക്ക് 13 12 11. അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും 0.5 വെച്ച് കുറയും. സോ ഇത് ബോണ്ട് ഓർഡർ ആണ്, ഇത് ബോണ്ട് ഓർഡർ ആണ്, ഇത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. സോ 15 എന്ന് പറയുമ്പോൾ 0.5 കുറയും. സോ 2.5 ആകും. ദെൻ 13 എന്ന് പറയുമ്പോഴും 0.5 കുറയും, 2.5 ആകും. ദെൻ 16 എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം കൂടിയും കുറയും, അതായത് 2 ആകും. അതിനുശേഷം എന്താകും? 1.5 ആകും. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഇവിടെ 2.5 ആണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഇടത്തോട്ട് പോകുമ്പോൾ ഒരു 0.5 കുറഞ്ഞ് 2 ആകും. ദെൻ ഇവിടെ 11 എത്തുമ്പോൾ 1.5 ആകും. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. 14ൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 14 ആണെങ്കിൽ അവിടെയുള്ള ബോണ്ട് ഓർഡർ 3 ആണെന്ന് വിചാരിച്ചാൽ മതി. ദെൻ റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും പോകുമ്പോൾ 0.5 കുറഞ്ഞ് വരും ഓരോ ഘട്ടത്തിലും. ഓക്കെ, നിങ്ങളിതൊന്ന് എഴുതി നോക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ചെയ്യുമ്പോൾ എഴുതേണ്ട ആവശ്യം വരില്ല, ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മൈൻഡിലോട്ട് വരും. ഓക്കെ, സോ ഇവിടെ 16 നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. 16 ആണെങ്കിൽ അവിടുത്തെ ബോണ്ട് ഓർഡർ എത്രയായിരിക്കും? 2 ആയിരിക്കും. സോ ഇവിടുത്തെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 2 ആണ് ബോണ്ട് ഓർഡർ. 14 ആണെങ്കിലോ 3 ആയിരിക്കും. സോ 3 ആണ് ബോണ്ട് ഓർഡർ. ഓക്കെ, ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള സെയിം ബോണ്ട് ഓർഡർ ഉള്ള പെയർ ഓഫ് സ്പീഷീസ് ഏതാണെന്നാണ്. ഒന്നിന് ഇവിടെ പക്ഷേ O2 NO+ എടുത്തപ്പോൾ 1 2 ആണ്. അടുത്തതിൻ്റെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 3 ആണ്. സോ ഓപ്ഷൻ 1 എന്താണ്? തെറ്റാണ്. ഇനി നമുക്ക് ഓപ്ഷൻ 2 എടുത്ത് നോക്കാം. ഓപ്ഷൻ 2-ൽ CN- ആൻഡ് CO. CN കാർബൺ എന്ന് പറയുമ്പോൾ 6, നൈട്രജൻ എന്ന് പറയുമ്പോൾ 7, മൈനസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ +1 എന്ന് എഴുതണം.
പ്ലസ് 1. അപ്പോൾ 6 7 13, 13 1 14. 14ൻ്റെ ബോണ്ട് ഓർഡർ എത്രയാണ്? 3 ആണ് ബോണ്ട് ഓർഡർ. ഓക്കെ, ഇനി CO എന്ന് പറയുമ്പോൾ, കാർബൺ എന്ന് പറയുമ്പോൾ 6, ഓക്സിജൻ എന്ന് പറയുമ്പോൾ 8, 8 6 എത്രയാണ്? 14. സോ 14 ഇവിടെ എത്രയാണ് ബോണ്ട് ഓർഡർ? 3. അപ്പോൾ CN- അതുപോലെ COയിലും രണ്ടിലും എന്താണ് ബോണ്ട് ഓർഡർ 3 ആണ് വന്നത്. സോ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ 2 ആയിരിക്കും. ഇനി നമുക്ക് വെറുതെ ഒന്ന് എടുത്തു നോക്കാം. ഓപ്ഷൻ 3യും ഓപ്ഷൻ 4ഉം കൂടി ഒന്ന് എടുത്തു നോക്കാം നമുക്ക്. N2 അതുപോലെ O2 മൈനസ് അല്ലേ. N2 പറയുമ്പോൾ 2 × 7, 7 × 2 14. 14 ബോണ്ട് ഓർഡർ എന്ന് പറയുമ്പോൾ 14 ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ ബോണ്ട് ഓർഡർ 3. O2 മൈനസ് എത്രയാണ്? 2 × 8, 2 × 8 പ്ലസ് 1, കാരണം മൈനസ് ആണ്. ഇവിടെ -2 ആണെങ്കിൽ നമ്മൾ +2 എന്ന് എഴുതണം. ഓക്കെ, സോ 2 16, 16 1 17, 17 2 16, 16 1 17. 17 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിൽ അവിടുത്തെ ബോണ്ട് ഓർഡർ 1.5 ആയിരിക്കും. സോ 1.5. സോ ഇവരെന്താണ്? കറക്റ്റ് അല്ല. ഓപ്ഷൻ 3യും കറക്റ്റ് അല്ല. ഇനി നമ്മൾ CO ആൻഡ് NO, ഓപ്ഷൻ 4 എടുത്ത് നോക്കാം. CONO. CO എന്ന് പറയുമ്പോൾ കാർബൺ എത്രയാണ്? 6, ഓക്സിജൻ 8, 8 6 14. അപ്പോൾ ബോണ്ട് ഓർഡർ എത്രയാണ്? 3. ഇവിടെ നൈട്രജന് 7, 8 ഓക്സിജന്, 8 7 15. 15 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 2.5 ആണ്. സോ 1 3 ആണ്, അടുത്ത് 2.5 ആണ്. സോ ഇവരെന്താണ്? ഡിഫറെൻ്റ് ആണ്. സോ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ 2 ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിക്രീസിങ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് O2, O2 മൈനസ്, O2 പ്ലസ് ആൻഡ് O2 2 മൈനസ്. നമ്മൾ ഓൾറെഡി നമുക്കറിയാമല്ലോ, സ്റ്റെബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങളൊരു കാര്യം ഓർത്ത് വെച്ചാൽ മതി, ബോണ്ട് ഓർഡർ കൂടിയാൽ സ്റ്റെബിലിറ്റി കൂടും. എന്താ പറഞ്ഞത്? ബോണ്ട് ഓർഡർ കൂടുതലാണെങ്കിൽ സ്റ്റെബിലിറ്റി കൂടും. സോ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ബോണ്ട് ഓർഡർ ഉള്ള ആളായിരിക്കും. ഓക്കെ, സോ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് എന്താണ്? ബോണ്ട് ഓർഡർ. ഇഫ് ബോണ്ട് ഓർഡർ ഈസ് ഇൻക്രീസിങ്, then stability will also increase. Stability is also will increase. ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ള ആൾ ഏറ്റവും കൂടുതൽ ബോണ്ട് ഓർഡർ ഉള്ള ആളായിരിക്കും. ഓക്കെ, സോ നമുക്ക് ആരൊക്കെ തന്നിട്ടുള്ളത്? O2, then O2 മൈനസ്, O2 പ്ലസ് ആൻഡ് O2 2 മൈനസ്. ഓക്കെ, നമുക്കൊരു ഓർഡറിൽ എടുക്കാം. ഓക്കെ, സോ O2 പ്ലസ്, O2 മൈനസ്, O2 2 മൈനസ്. O2 പ്ലസ് എന്ന് പറയുമ്പോൾ 2 × 8 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് നമ്മൾ നോക്കുന്നത്. കാരണം ബോണ്ട് ഓർഡർ കാണുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് യൂസ് ചെയ്തിട്ടാണ്. 2 × 8 16. ഇവിടെ പ്ലസ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ -1. 16 - 1 15. ഓക്കെ, O2 2 × 8 എത്രയാണ്? 16. O2 മൈനസ് 2 × 8 പ്ലസ് 1, 2 × 8 പ്ലസ് 1, 16 പ്ലസ് 1 17. ദെൻ O2 2 മൈനസ് 2 × 8 പ്ലസ് 2, 2 × 8 പ്ലസ് 2, 2 16, 16ഉം 2ഉം 18. ഓക്കെ, സോ ഇതാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മളൊരു ട്രിക്ക് പറഞ്ഞില്ലേ, അതായത് 14 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 14 ആണെങ്കിൽ ബോണ്ട് ഓർഡർ 3 ആയിരിക്കും. വലത്തോട്ടും ഇടത്തോട്ടും പോകുമ്പോൾ 0.5 വെച്ച് കുറയും. ഇവിടെ നമുക്ക് 15 16 17 18 ഈ വാല്യൂസ് എല്ലാം 14ൻ്റെ മുകളിലുള്ള വാല്യൂസാണ്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. 15 16 17 18. 15 പറയുമ്പോൾ 0.5 കുറഞ്ഞ് 2.5 ആകും. വീണ്ടും 0.5 കുറഞ്ഞ് 2 ആവും. വീണ്ടും 0.5 കുറഞ്ഞ് 1.5 ആകും. ഓക്കെ, ദെൻ വീണ്ടും 1. അപ്പോൾ ഇവിടെ 15 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 15 ഉള്ള ആളുടെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2.5 അല്ലേ? 2.5. ദെൻ ഓക്സിജന് എത്രയാണ്? 16 എന്ന് പറയുമ്പോൾ 2 ബോണ്ട് ഓർഡർ 2. ദെൻ 17 എന്ന് പറയുമ്പോൾ ബോണ്ട് ഓർഡർ 1.5. ദെൻ 18 എന്ന് പറയുമ്പോൾ ബോണ്ട് ഓർഡർ 1. സോ കറക്റ്റ് ഓർഡർ എങ്ങനെയായിരിക്കും? ഏറ്റവും കൂടുതലുള്ളത് O2 പ്ലസ്, അതിനുശേഷം O2, ഏറ്റവും കൂടുതലുള്ളത് O2 പ്ലസ്, അതിനുശേഷം O2, ദെൻ
O2 മൈനസ് അതായത് 1.5, ദെൻ O2 2 മൈനസ് അതായത് 1. സോ ഏറ്റവും കൂടുതലുള്ളത് O2 പ്ലസിനല്ലേ, O2 പ്ലസിനല്ലേ. O2 പ്ലസ് ഓപ്ഷനിൽ ഇതാ ഏറ്റവും കൂടുതൽ O2 പ്ലസ്. സോ ഓപ്ഷൻ 4 ആയിരിക്കും കറക്റ്റ് ആൻസർ. ഏറ്റവും കൂടുതൽ O2 പ്ലസ്, O2 മൈനസ്, O2 2 മൈനസ്. ആക്ച്വലി നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, അത് നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരുന്നാൽ ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരുപാട് ഐഡിയാസ് വരും. ഓക്കെ, ഞാനതൊന്നും പറയുന്നില്ല ഇവിടെ, അത് നിങ്ങൾക്ക് വരേണ്ടതാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇതുവരെ ചെയ്യാം, അല്ലെങ്കിൽ ആക്ച്വലി ഇത് സെക്കൻഡുകൾ കൊണ്ട് ഇതിങ്ങനെ ചെയ്ത് എക്സ്പെർട്ടായ കുട്ടികൾക്ക് സെക്കൻഡുകൾ കൊണ്ട് ഇത് ചെയ്തു പോകുക വരെ. കാരണം അവർക്ക് ഐഡിയ ഉണ്ടാവും. ഈവൻ ഇതാണ് ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ യൂസ് എന്ന് പറയുന്നത്. നമ്മൾ ഇത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണെങ്കിലും കണ്ട് ഒന്ന് പഴകി കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും. ഈ പ്ലസ് ടു ഒക്കെ ജസ്റ്റ് പാസ്സായ കുട്ടികൾ വളരെ ഇൻട്രസ്റ്റിംഗിൽ ഈ എൻട്രൻസ് ഒക്കെ എഴുതുന്ന സമയത്ത് നല്ല റാങ്ക് മേടിക്കും. അവർക്ക് ആ ഒരു ഇൻട്രസ്റ്റ് കിട്ടിയാൽ പിന്നെ ഇത് എളുപ്പമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അത് ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. 2015 എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർസ് ബോത്ത് സ്പീഷീസ് ആർ നോട്ട് ഐസോസ്ട്രക്ചറൽ. നിങ്ങൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നോട്ട് എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് അടയാളപ്പെടുത്തണേ, കാരണം അത് തെറ്റാൻ ചാൻസ് ഉണ്ട്. പലപ്പോഴും നമ്മൾ കാണാതെ പോകും ചിലപ്പോഴെങ്കിലും. ഓക്കെ, നോട്ട് എന്ന് കണ്ട് നിങ്ങൾ അടയാളപ്പെടുത്തണം. ഓക്കെ, നോട്ട് ഐസോസ്ട്രക്ചറൽ. അതായത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഐസോസ്ട്രക്ചർ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിളാണ്, നമ്മൾ ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾ ഐസോസ്ട്രക്ചറിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾ ഹൈബ്രിഡൈസേഷൻ നോക്കിയാൽ മതി. രണ്ട് കോമ്പൗണ്ടിൻ്റെയും ഹൈബ്രിഡൈസേഷൻ സെയിം ആണെങ്കിൽ അവർ ഐസോസ്ട്രക്ചറിലായിരിക്കും. ഓക്കെ, ഡയമണ്ട് എടുക്കുമ്പോൾ ഇവിടുത്തെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3 ആണ്. സിലിക്കൺ കാർബൈഡിലും sp3 ആണ്. സോ ഹൈബ്രിഡൈസേഷൻ സെയിം ആണ്, അവർ എന്താണ് ഐസോസ്ട്രക്ചറിലായിരിക്കും. നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് നോട്ട് ഐസോസ്ട്രക്ചറല്ല. ഓക്കെ, സോ ഇതല്ല ആൻസർ. സംഭവം സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, പക്ഷേ എന്താണ് രണ്ടും sp3 ആണ്, പക്ഷേ ആൻസർ ഇതല്ല. ദെൻ NH3 ആൻഡ് PH3. അപ്പോൾ NH3യുടെയും PH3യുടെയും ഹൈബ്രിഡൈസേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? വളരെ സിമ്പിളാണ്, ഞാൻ എഴുതി കാണിച്ചു തരാം. NH3 ആൻഡ് PH3. ഇത് ഒരു ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട വാലൻസ് ഇലക്ട്രോൺ ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ല, വാലൻസ് ഇലക്ട്രോൺ ആണ്. ഓക്കെ, നൈട്രജനിൽ എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്? സെൻട്രൽ ആറ്റത്തിൽ എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്? NH3 സെൻട്രൽ ആറ്റം നൈട്രജൻ ആണ്. നൈട്രജനിൽ എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്? നമുക്കറിയാം എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്, 5 ആണ്. ഓക്കെ, സോ ഞാൻ ഇവിടെ ഈ 5 വാലൻസ് ഇലക്ട്രോൺ ഞാൻ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാണ്. ഓക്കെ, ഇത് 1, ഇത് 2, 3, 4, 5. മനസ്സിലായോ? 5 വാലൻസ് ഇലക്ട്രോൺസിനെ ഞാൻ എടുത്തു. ഇനി ഇവിടെ ചുറ്റുമുള്ള ആറ്റം ഏതാണ്? ഹൈഡ്രജൻ ആണ്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ ഉണ്ട്. നമുക്കറിയാം ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു മോണോവാലൻ്റ് ആണ്. സോ ഓരോ ഹൈഡ്രജനും ഓരോ വാലൻസ് ഇലക്ട്രോണുമായിട്ട് പെയർ ചെയ്യും. ഒരു ഹൈഡ്രജന് ഒരു വാലൻസ് ഇലക്ട്രോണുമായി പെയർ ചെയ്തു, അടുത്ത ഹൈഡ്രജന് അടുത്ത വാലൻസ് ഇലക്ട്രോണുമായിട്ട് പെയർ ചെയ്തു, മൂന്നാമത്തെ ഹൈഡ്രജന് അടുത്ത വാലൻസ് ഇലക്ട്രോണുമായിട്ട് പെയർ ചെയ്തു. ഇനി പെയർ ചെയ്യാൻ ഹൈഡ്രജൻ ഇല്ല. ഓക്കെ ആണോ? ഇനിയുള്ളത് 2 വാലൻസ് ഇലക്ട്രോണാണ്. ഇവരെ നമുക്ക് ഒരു ലോൺ പെയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്താണ്? 1 ലോൺ പെയർ. എത്ര ലോൺ പെയറാ? ഒരു ലോൺ പെയർ. ഇവിടെ എണ്ണി നോക്കൂ, ഇവിടെ ഒരു ബോണ്ട് പെയർ, ഇവിടെ ഒരു ബോണ്ട് പെയർ, ഇവിടെ ഒരു ബോണ്ട് പെയർ, ഇവിടെ ഒരു ലോൺ പെയർ. സോ 3 ബോണ്ട് പെയർ, ഒരു ലോൺ പെയർ, അല്ലെങ്കിൽ 1, 2, 3 ബോണ്ട് പെയർ, ഒരു ലോൺ പെയർ. സോ 3 1 4 എന്നുള്ള സംഖ്യ ഇവിടെ എഴുതുക നിങ്ങൾ. ഇനി 4 എന്ന് എഴുതിയാൽ അത് sp3 ആയിരിക്കും. 3 1 4. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, ഇനി ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. sp എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. 2 ഇലക്ട്രോൺസ് ആണെങ്കിൽ sp ആയിരിക്കും. എന്നാൽ ഇത് 3 ആണെങ്കിലോ sp2 ആയിരിക്കും. 2p ഒരു s, 3. ഇനി ഇത് 4 ആണെങ്കിലോ sp3 ആയിരിക്കും. 3p ഒരു s. ഇനി ഇത് 5 ആണെങ്കിൽ sp3d. ദെൻ അത് 6 ആണെങ്കിൽ sp3d2. അങ്ങനെ പോകും. ഓക്കെ ആണോ? ഇവിടെ 4 ആണ്, അതുകൊണ്ട് sp3 ആണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് PH3യുടെ കേസിലോട്ട് വരാം. PH3 എന്ന് പറയുമ്പോൾ നൈട്രജൻ ഫോസ്ഫറസ്, അതായത് നൈട്രജൻ്റെ ഗ്രൂപ്പാണ്. സോ വാലൻസ് ഇലക്ട്രോൺ ഡെഫിനറ്റ്ലി നൈട്രജൻ്റെ വാലൻസ് ഇലക്ട്രോൺ തന്നെ ആയിരിക്കും. അത് എത്രയാണ്? 5 ആണ്. സോ 1 2 3 4 5. ഓക്കെ,
ഇനി എത്ര ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ? 3 ഹൈഡ്രജൻ ഉണ്ട്. സോ 3 ഹൈഡ്രജന് ഞാനിവിടെ ഹൈഡ്രജൻ മോണോവാലൻ്റ് ആറ്റമാണ്. സോ ഓരോ വാലൻസ് ഇലക്ട്രോണിനോടും ഓരോ ബോണ്ട് പെയർ ഹൈഡ്രജൻ ഫോം ചെയ്യും. ഇവിടെ ഒരു ലോൺ പെയർ ബാക്കിയല്ലേ? സോ 1 ലോൺ പെയർ. 3 ബോണ്ട് പെയറും ഒരു ലോൺ പെയർ. 3 1 4. 4 എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും sp3 ആണ്. സോ ഇതും എന്താണ്? രണ്ട് ഗ്രൂപ്പിൻ്റെയും ഹൈബ്രിഡൈസേഷൻ സെയിം ആണ്. അതുകൊണ്ട് തന്നെ അവർ ഐസോ സ്ട്രക്ചറൽ ആയിരിക്കും. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നോട്ട് ഐസോ സ്ട്രക്ചറൽ, ഐസോ സ്ട്രക്ചർ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ 2 എന്താണ്? കറക്റ്റ് അല്ല. ഓക്കെ, ഇനി നമുക്ക് XCF4 ആൻഡ് XCO4 എടുക്കാം. ഓക്കെ, XCF4 ആൻഡ് XCO4. XCF4 എന്ന് പറയുമ്പോൾ സെനോൺ എന്ന് പറയുമ്പോൾ ഹീലിയം, നിയോൺ, സെനോൺ, റൈറ്റ്. ഏത് ഗ്രൂപ്പാണ്? എൻഡിൽ ഹീലിയം ഗ്രൂപ്പാണ്. അപ്പോൾ എത്രയാണ് വാലൻസ് ഇലക്ട്രോൺ? 8 ആണ്. സോ 8 എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണിക്കാം: 2 4 6 2 4 6 8 2 4 6 8. ഓക്കെ, ഫ്ലൂറിൻ എന്ന് പറയുമ്പോൾ മോണോവാലൻ്റ് ആറ്റമാണ്. സോ ഓരോ ഫ്ലൂറിനും ഓരോ വാലൻസ് ഇലക്ട്രോണുമായിട്ട് പെയർ ചെയ്യും. ഇനി ഈ ഓക്സിജനൊക്കെ ആണെങ്കിൽ അത് ഡൈവാലൻ്റ് ആണ്. അതായത് ഓക്സിജന് 2 വാലൻസ് ഇലക്ട്രോണുമായിട്ടാണ് ഒരു ഓക്സിജൻ കമ്പൈൻ ചെയ്യാം. പക്ഷേ ഫ്ലൂറിൻ എന്ന് പറയുന്നത് മോണോവാലൻ്റ് ആണ്. സോ ഒരു ഫ്ലൂറിൻ ഒരു വാലൻസ് ഇലക്ട്രോണുമായിട്ട് കമ്പൈൻ ചെയ്യും. ദെൻ ഇത്തരത്തിൽ 4 ഫ്ലൂറിൻ 4 ബോണ്ട് പെയർ ഫോം ചെയ്യും. എത്ര ലോൺ പെയർ ഉണ്ട്? ഇത് ഒരു ലോൺ പെയർ, ഇത് അടുത്ത ലോൺ പെയർ. 4 ബോണ്ട് പെയർ, 2 ലോൺ പെയർ. ഓക്കെ, സോ ടോട്ടൽ 4 പ്ലസ് 2, 4ഉം 2ഉം 6. 6 എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ട് sp3 d2 ആണ്. sp3 d2 ആണ്. ഇനി നമുക്ക് XCO4 എടുക്കാം. XCO4 എടുക്കാം. ഇവിടെ സെനോൺ ആണ്. സോ എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്? 8 ആണ്. 2 4 6 8. ഓക്കെ, ഓക്സിജൻ എന്ന് പറയുമ്പോൾ ഡൈവാലൻ്റ് ആണ്. സോ 2 വാലൻസ് ഇലക്ട്രോണുമായിട്ടായിരിക്കും ഒരു ഓക്സിജൻ കമ്പൈൻ ചെയ്യാം. ഇത്തരത്തിൽ 4 ഓക്സിജൻ ഉണ്ട്. അതായത് 4 ബോണ്ട് പെയർ ഫോം ചെയ്തിട്ടുണ്ട്. ഈ 4 ബോണ്ട് പെയർ എന്ന് പറയുമ്പോൾ 4 സംഖ്യ എത്രയാണ്? 4. 4 എന്ന് പറയുമ്പോൾ എത്രയാണ്? sp3 അല്ലേ? 3p ദെൻ ഒരു s, 3 4 1. സോ 1 sp3 d2 ആണ്, അടുത്തത് sp3 ആണ്. ഹൈബ്രിഡൈസേഷൻ ഡിഫറെൻ്റ് ആണ്. സോ ഡെഫിനറ്റ്ലി ഐസോ സ്ട്രക്ചർ അല്ലായിരിക്കും, സ്ട്രക്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. സോ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ 3 ആണ്. ഇനി നിങ്ങൾ SiCl4ഉം PbCl4ഉം എടുക്കുകയാണെങ്കിൽ സെയിം ആണ്. ഒന്നുമില്ല. ഇനി വേണം ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. SiCl4 എന്ന് പറയുമ്പോൾ സിലിക്കൺ എന്ന് പറയുമ്പോൾ കാർബണിൻ്റെ ഫാമിലിയാണ്. കാർബൺ, സിലിക്കൺ, ജെർമാനിയം, റൈറ്റ്. സോ കാർബണിൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ എത്രയാണ്? 4 ആണ് വാലൻസ് ഇലക്ട്രോൺ. സോ ഇങ്ങനെ കാണിക്കാം നമുക്ക്. ഓക്കെ, ക്ലോറിൻ എന്ന് പറയുമ്പോൾ 4 ക്ലോറിൻ ഫോം ചെയ്യും. സോ 4 എന്ന് പറയുമ്പോൾ 4 ആണ് സംഖ്യ. അപ്പോൾ സോ sp3 ആണ്. ഓക്കെ, ഇനി PbCl4. ഇനി നമുക്ക് അടുത്തെടുക്കാം PbCl4 അല്ല, PCl4. ഫോസ്ഫറസ് എന്ന് പറയുമ്പോൾ നൈട്രജൻ്റെ ഗ്രൂപ്പാണ്. നൈട്രജൻ എത്രയാണ്? 5 വാലൻസ് ഇലക്ട്രോണാണ്. നൈട്രജന് 5 വാലൻസ് ഇലക്ട്രോൺ ആണ്. സോ നൈട്രജൻ്റെ ഗ്രൂപ്പിൽ പെടുന്ന മെമ്പറാണ് ഫോസ്ഫറസും. സോ ഫോസ്ഫറസിനും വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ 5 ആയിരിക്കും. സോ എങ്ങനെ എഴുതാം? നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഞാൻ ഇവിടെയാണ് എഴുതുന്നത്. ഓക്കെ, സോ ഇവിടെ 5. ഓക്കെ, വേറെ സംഭവമുണ്ട്. ഇവിടെ 5 ആണ്, പക്ഷെ ഇവിടെ പ്ലസ് തന്നിട്ടുണ്ട്. പ്ലസ് എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മൾ കുറക്കണം. 5 - 1 4. സോ 4 എന്ന് എഴുതണം നമ്മൾ. 1 2 3 4. ഇനി ക്ലോറിൻ 4 ക്ലോറിൻ ആറ്റം തന്നിട്ടുണ്ട്. ക്ലോറിൻ എന്ന് പറയുമ്പോൾ മോണോവാലൻ്റ് ആണ്. ഓരോ വാലൻസ് ഇലക്ട്രോണും ഓരോ ക്ലോറിനുമായിട്ട് അറ്റാച്ച് ചെയ്യും. ഇവിടെ 4 ബോണ്ട് പെയർ, സംഖ്യ 4. 4 എന്ന് പറയുമ്പോൾ sp3. 4 എന്ന് പറയുമ്പോൾ sp3. അടുത്തത് എന്താണ്? sp3 ആണ്. സോ ഇവരെന്താണ്? ഐസോ സ്ട്രക്ചറൽ ആണ്. കാരണം ഹൈബ്രിഡൈസേഷൻ സെയിം ആണ്. നമ്മുടെ നോട്ട് ഐസോ സ്ട്രക്ചറൽ ഏതായിരിക്കും? XCF4 ആൻഡ് XCO4. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മൾ ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് നമ്മൾ അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻറ്റും ഈസിയും ട്രിക്ക് ഉപയോഗിച്ചും ചെയ്തൊരു ചാപ്റ്ററാണിത്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങളിതിൽ സ്കോർ ചെയ്യണം. നിങ്ങളുടെ എക്സാം നീറ്റ് ആൻഡ് ജെ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നീറ്റ് എക്സാം വരികയാണ്. ഓക്കെ, സോ
വളരെ സ്കോറിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണത്. ആരും വിട്ടുപോകരുത്. ഇതുവരെ ഒന്നും പഠിക്കാത്ത ഒരാൾക്കും പഠിച്ചെഴുതാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണത്. ഓക്കെ, സോ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എല്ലാം അവർക്കെല്ലാം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടും ഈ ചാപ്റ്റർ പഠിക്കാൻ പറയാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.